ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു കുക്കിംഗ് വ്ളോഗായിട്ട് എടുത്തിരിക്കുന്നത്. പേടിക്കുന്നത് രതീഷേട്ടനെ കൊണ്ടല്ല ഞാൻ ചിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാവരും വിചാരിക്കും എപ്പോഴും രതീഷേട്ടനെ കൊണ്ട് മാത്രമാണോ ഞാൻ കുക്ക് ചെയ്യിക്കുന്നത്, ഞാൻ കുക്ക് ചെയ്യാറില്ലേ എന്നൊക്കെ ഇനിയിപ്പോൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതാ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു കുക്കിംഗ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇന്ന് കുക്കിംഗ് വ്ളോഗാണ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് പൊട്ടറ്റോ റൈസ് ആണ് കേട്ടോ. വളരെ സിമ്പിളും വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇത് ഞാൻ ഇവിടെ കുട്ടികൾക്ക് അപ്പൂട്ടൻ്റെ സ്കൂളിലേക്കായാലും രതീഷേട്ടൻ്റെ ഓഫീസിലേക്കായാലും ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുള്ള ഒരു റെസിപ്പിയാണ്. ബാച്ചിലേഴ്സ് റെസിപ്പി എന്ന് പറയാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളൊക്കെ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പം ഞാൻ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്കിതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പൊട്ടറ്റോ റൈസിന് പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് വേണം. ഞാനിവിടെ ഒരു 4 ഉരുളക്കിഴങ്ങ് മീഡിയം സൈസിനുള്ളതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉരുളക്കിഴങ്ങിൻ്റെ അളവ് കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ 1/2 സ്പൂണ് ഗരം മസാല എടുത്തിട്ടുണ്ട്, 1/2 സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 സ്പൂണോളം മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില, ഉപ്പ്, പിന്നെ ഞാൻ അവിടെ സവോള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ചിക്കൻ മസാല കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പം ഇനി ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പം അതിന് ആദ്യം തന്നെ നമ്മളിതാ അടുപ്പത്തേക്കൊരു കടായി വെച്ചിട്ടുണ്ട്, ഒരു പാത്രം അത്രേ ഉള്ളൂ, അത് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ വെള്ളമൊക്കെ വറ്റട്ടെ. അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ച് എണ്ണ, അതായത് ഓയിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചിലർ വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, വെളിച്ചെണ്ണയിലും കുക്ക് ചെയ്യാം. ഞാനിവിടെ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ചീഞ്ചട്ടി ചൂടായി വരട്ടെ. എന്നിട്ട് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഓയിൽ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. ശേഷം എണ്ണ ചൂടായപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് കുറേശ്ശെ ഇട്ട് കൊടുത്ത് വറുത്ത് കോരി എടുക്കണം. കുറച്ചുള്ളെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ വറുത്ത് കോരാം കേട്ടോ. എനിക്ക് കുറച്ച് അധികം ഉള്ളതുകൊണ്ട് ഞാൻ 2 ട്രിപ്പായിട്ട് ഇടുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ, വല്ലാണ്ട് കരിഞ്ഞ് പോകരുത്, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഇത് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് വറുത്ത് കോരി മാറ്റി വെച്ച് രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ ട്രിപ്പ് ഞാൻ അവിടെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് ഞാൻ എൻ്റെ കണ്ണപ്പനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അവൻ അതേ മസാല ഇട്ടൊക്കെ കഴിക്കില്ല. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെറുതെ ഉപ്പും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് കൂടെ കഴിഞ്ഞ് ആയിക്കൊണ്ടിരിക്കണോ. അപ്പോൾ അത് വറുത്ത് കോരി വെച്ചു. എന്നിട്ട് അതേ സെയിം പാത്രത്തിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന സവോള, അതായത് ചെറിയ സവോളയാണെങ്കിൽ 2 എണ്ണം, വലിയ സവോളയാണെങ്കിൽ 1 എണ്ണം മതി. അതായത് മീഡിയം സൈസ് സവോളയാണെങ്കിൽ 1 എണ്ണം. അതിപ്പോൾ ഞാൻ ഇവിടെ 2 ചെറിയ സവോള എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഒന്ന് സവോള ഒന്ന് വഴണ്ട് കിട്ടണം. അതിനുശേഷം ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും പിന്നെ ചിക്കൻ മസാലയും കുരുമുളക് പൊടിയൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. തീ സിമ്മിൽ വെക്കാൻ മറക്കരുത് കേട്ടോ. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കേട്ടോ, ഒരു 2 to 3 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മസാലാസൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മസാലയൊക്കെ ഉരുളക്കിഴങ്ങിലൊന്ന് പിടിച്ച് വരട്ടെ. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇതോടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം വേവിച്ച ചോറ് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സ്വാദിഷ്ടമായ ഉരുളക്കിഴങ്ങ് ചോറ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് മീ ബൈ ഫ്രം ബാംഗ്ലൂർ മല്ലൂസ്.